നമ്മളെ ഖുറാനിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഇത് തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടാക്കി കാണിക്കുക. അത് ഒരുപോലത്തെ ഒന്നും നമുക്ക് വേറെ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ലക്കം പാലർമ പോലെ മറ്റൊരു ലക്കം പാലർമ ഉണ്ടാക്കാൻ പറ്റില്ല. അതെങ്ങനെ ഉണ്ടാക്കുക? ഒന്നുപോലെ മറ്റൊന്നും ഇല്ലല്ലോ. ഒന്നത്. രണ്ടാമത്തത് വെല്ലുവിളിക്കുന്നത് ആരോടാ? മനുഷ്യരോടോ. രണ്ട്. മൂന്നാമത് ഇതിന്റെ ആശയമാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ, അതായത് ഇതിന്റെ എന്താ പറയുക, ആശയഗാംഭീര്യമാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഇത് ആളുകൾക്ക് ഇത് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപദേശമേ അല്ല. ഉദാഹരണത്തിന് പിന്നെ UDHRന്റെ മനുഷ്യാവകാശ പ്രഖ്യാപന രേഖയുണ്ട്. അതിൽ ആദ്യത്തെ ഒരു 4 ആർട്ടിക്കിൾ എടുക്കുക. ആ 4 ആർട്ടിക്കിളിന് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ആർട്ടിക്കിൾ എടുക്കുക. അതിന് ഒപ്പം വെക്കാൻ പറ്റുന്ന ഒരു ആയത്തും ഖുറാനിലില്ല. അതായത് എല്ലാ മനുഷ്യരും ദേശരാഷ്ട്ര ഭാഷ ലിംഗ ഭേദമില്ലാതെ എല്ലാ മനുഷ്യരും തുല്യമായിട്ടുള്ള അന്തസ്സും അവകാശങ്ങളും ഉള്ളവരാണ് എന്നൊരു പ്രഖ്യാപനമുണ്ട്. അതാണ് മനുഷ്യാവകാശ പ്രഖ്യാപന രേഖ. അങ്ങനെ ഒരു മനുഷ്യാവകാശം ഖുറാനിൽ എവിടെ നമുക്ക് കിട്ടൂല. ഇപ്പൊ ഇന്ന് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിൽ പറയുന്നത് മുസ്ലിം സാഹോദര്യത്തെ കുറിച്ചാണ്. സാഹോദര്യം മുസ്ലിങ്ങൾക്കിടയിലാണ്. മറ്റു മനുഷ്യരെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള പദപ്രയോഗമാണ് ഖുറാനിലുള്ളത്. അതൊക്കെ എന്താ വെച്ചാൽ ആ കാലഘട്ടത്തിലെ മനുഷ്യന്റെ സംസ്കാരം, ആ കാലഘട്ടത്തിലെ ഒരു ഗോത്ര നേതാവിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, ആ കാലഘട്ടത്തിലെ മനുഷ്യന്റെ അറിവുകൾ, അതൊക്കെ തന്നെയാണ് ഖുറാനിലുള്ളൂ. അതിൽ കൂടുതലൊന്നുള്ളതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഇപ്പൊ ചെയ്യുന്ന വെച്ചാൽ അതില് ഇന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പറയുന്നുണ്ട്. ഞാനും അയാളുമായിട്ട് സംസാരിച്ച സംസാരമാണ്. നമ്മളെ ഇതിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് തന്നെ ഞാൻ ആ വിഷയത്തിൽ അയാളായിട്ട് സംസാരിച്ചോളൂ. അതായത് ആ ഇസ്ലാമിലെ സാഹോദര്യം, അതേപോലെ തന്നെ മറ്റ് ആളുകളായിട്ടുള്ള മാനുഷികമായിട്ടുള്ള സാഹോദര്യം, ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് തന്നെ അതിന് മറുപടി ഇല്ല എന്നുള്ളത്. അപ്പൊ ഒരു ഉദാഹരണത്തിന് ഇയാള് മാനുഷിക സാഹോദര്യം എന്ന് പറയുന്നുണ്ടല്ലോ. നമുക്ക് ചോദിക്കാനുള്ള ഇയാളോട്, നമ്മള് സ്കൂളിലൊക്കെ പണ്ട് പറയാറുള്ള ഒരു ഇതുണ്ട്, പ്രതിജ്ഞ എന്ന് പറഞ്ഞിട്ട്, ഇന്ത്യയിലെ എല്ലാ സഹോദരി സഹോദരന്മാരും അല്ല എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുക ഇയാളോട്, പാകിസ്ഥാനിലുള്ള മനുഷ്യരെ അപ്പൊ എന്താ ഒരു സഹോദരന്മാരാണ് നിങ്ങൾ കൂട്ടൂലേ എന്ന് ഇയാളെ ചോദിച്ചാൽ ഇയാൾ എന്ത് മറുപടി പറയാ? അപ്പൊ മാനുഷികമായിട്ടുള്ള സാഹോദര്യം അത് നമ്മൾ അതിനെ പല രീതിയിലാണ് അതിന് മനസ്സിലാക്കണം. അതൊന്നും അറിയായിട്ടല്ല. അപ്പൊ അത് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാന്ന് മാത്രമേ അയാൾ ഉദ്ദേശമുള്ളൂ എന്ന്. ഇപ്പൊ ഇന്ത്യയിലെ സഹോദരി സഹോദരന്മാർ ഇയാളെ എവിടുന്ന ഇപ്പൊ കല്യാണം കഴിക്കുക, വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് കല്യാണം കഴിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ മാനുഷിക സാഹോദര്യം ഇല്ലാന്ന് ഇയാൾ പറയും. ഇപ്പൊ ഇയാൾ അമേരിക്ക പോയിട്ട് പ്രശ്നമില്ലല്ലോ. അല്ല, പൊതുവെ ഇപ്പൊ ഇയാൾ അതിന് തെറ്റാന്ന് പറയുന്ന ആളാണ്. ഇയാളെ തെറ്റാന്ന് പറയുന്ന ആളാണ്. നമ്മള് തുടക്കതാണല്ലോ നമ്മുടെ ഇതിന്റെ മേൽ, അതായത് നമ്മുടെ മേൽ അതെ, നമ്മുടെ അരിയന്റെ മേല് നാം അവതരിപ്പിച്ചതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? നിങ്ങൾ സന്ദേഹങ്ങളാണോ? ആണെങ്കിൽ അതുപോലെയുള്ള ഒരു ഒറ്റ സൂറത്ത്, ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരും. ഇത് മനുഷ്യരോട് ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യർക്കാണ്. അപ്പൊ മനുഷ്യരെന്താ പറയുന്നത്? ഇത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയതാണെന്നാണ് ഇയാളെ പോലുള്ള ആളുകൾ പറയുന്നത്. അപ്പൊ അവരോട് ചോദിക്കാം, എന്നാ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പറയുന്നത് എന്താ വെച്ചാൽ ബാലമംഗളം ബാലമംഗലത്തെ പോലെ ആർക്കും ഇറക്കാൻ കഴിയില്ല. ആ ലക്കത്ത് വരുന്ന ആ ലക്കത്തിലേ ഉണ്ടാവുള്ളൂ. ആ ലക്കത്തുള്ള പോലെ വേറൊരു അതേപോലെ തന്നെ വേറൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അയാൾ പറയുന്നത്. ഇപ്പൊ നമുക്ക് ബാലരമ എടുക്കുകയാണെങ്കിൽ ഷേരു ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു കഥകളാണ്. ഈ കഥകളൊന്നും ഇതേപോലെയുള്ള കഥകൾ പലർക്കും ഉണ്ടാക്കാൻ കഴിയും. അതിനേക്കാൾ നല്ല കഥയും ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ ചോദ്യം കൃത്യമായിട്ടാണ് ചോദിക്കുന്നത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ച സംസാരമാണ് ഖുർആൻ. അതിലെ ഒരൊറ്റ സൂറത്തിന് പകരമായി അതുപോലുള്ളതോ അതിനേക്കാൾ നല്ലതോ നിങ്ങൾ കൊണ്ടുപോവാ. അതാണ് ഇവിടെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാം? അത് മനുഷ്യൻ ഇറക്കിയതാണെന്ന് സമ്മതിക്കാം. ഇവിടെ ഖുർആന്റെ ഭാഷാ സൗന്ദര്യത്തിനെ കുറിച്ചും അതൊക്കെ അന്നുണ്ടായിരുന്ന പടു കവിക്കളായിരുന്നുള്ള ആളുകളുടെ ഇടയിലേക്കാണ് ഖുർആൻ ഇറങ്ങുന്നത്. വലിയത് പിന്നെ മുഗീറ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞ, അവരൊക്കെ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞ, അവര് ഈ ഖുർആൻ കേട്ട് നിന്നിട്ട് അതിൽ ലയിച്ചു പോയിട്ടുണ്ട്. അതിന്റെ ആ വശ്യതാണ് മനുഷികമായിട്ട് അതിലേക്ക് ആ പാരായണത്തിന്റെയും അതേപോലെ തന്നെ അതിന്റെ ഘടന, ഖുർആനിലെ ഓരോ പദത്തിനും വളരെ ചുരുക്കിയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ പദം, അതിൽ തന്നെ അർത്ഥങ്ങൾ വളരെ വ്യാപിച്ചു കിടക്കുന്ന അർത്ഥങ്ങൾ. അപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ആദ്യത്തെ സൂറത്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൽ അലക്ക് എന്നുള്ള പ്രയോഗം കാണും. അതിൽ 3 അർത്ഥമുണ്ട്. ഒരൊറ്റ വാക്കിന് 3 അർത്ഥം. ഈ 3 അർത്ഥവും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനോട് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്നിനെ വിശദീകരിക്കുന്നതായിട്ട് തോന്നുന്നു.
ഉദാഹരണത്തിന് ആ ഒരു പദം എടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 3 അർത്ഥം. ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന, അള്ളിപ്പിടിക്കുക എന്നൊക്കെ ഒരർത്ഥം. പിന്നെ അട്ടയെ പോലുള്ള, അട്ട എന്നുള്ളത്, അട്ടയൊക്കെ ഈ ആൾക്ക് എന്ന് പറയുന്നത്. അതേപോലെ രക്തക്കെട്ട എന്നുള്ളത്. ഈ 3 അർത്ഥം ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടല്ലോ, നമ്മള് ഭ്രൂണം രൂപപ്പെടുന്ന ആ ഫസ്റ്റ് സ്റ്റേജിന്റെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനുമായി ബന്ധപ്പെട്ട് അണ്ടവും ബീജവും യോജിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് ഇത് ഒട്ടിപ്പിടുത്തില്ലെങ്കിൽ എന്താവെന്ന് വെച്ചാൽ കുട്ടി പുറത്ത് ഇത് എന്താ പറയാ അബോർഷൻ. അപ്പൊ അതില്ലാതിരിക്കാൻ ഇത് അത്യാവശ്യമാണെന്നുള്ള. ചില ആൾക്കാരൊക്കെ ഗുളിക കുടിച്ചിട്ടായിരിക്കും ഇത് പോകാൻ വേണ്ടിയിട്ട്, പ്രഗ്നന്റ് ആവാതിരിക്കാൻ ഈ ഗുളിക കുടിക്കാറ്. അത് ഇതിന് വേണ്ടിയിട്ടാണ്, ഈ ഒട്ടിപ്പിടുത്തം ഒഴിവാക്കാൻ വേണ്ടി. ഒട്ടിപ്പിടുത്തം ഒഴിവാക്കി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോകും. അപ്പൊ ഈ സമയത്ത് ഈ ഒട്ടിപ്പിടുത്തം വേണം എന്നുള്ള നിർബന്ധമാണ്. ഈ ഒട്ടിപ്പിടുത്തം ഉണ്ട് എന്നാണ്, അത് കണക്കാണോ? ഈ അർത്ഥം ഇത് ഇവിടെ ആറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റാണ്. പിന്നെ രണ്ടാമത്തെ അട്ട എന്നുള്ളതാണ്. അട്ടയാണ്. കാരണം ഈ സമയത്ത് ഈ കുട്ടി സ്വന്തമായിട്ട് ഉണ്ടാകുന്ന, രൂപപ്പെടുന്ന സമയത്തും അവസാനം വരെയും ഈ ഭ്രൂണം ഒരിക്കലും സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. ഈ മാതാവിന്റെ ശരീരത്തിൽ നിന്നും രക്തം ഊറ്റി കുടിച്ച് കൊണ്ടാണ് അതിന്റെ വളർച്ച മുന്നോട്ട് പോകുന്നത്. പിന്നെ മൂന്നാമത്തെ അർത്ഥം രക്തക്കട്ട പോലെ എന്നുള്ള. ഈ സന്ദർഭത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഈ സമയത്ത് രക്തചംക്രമണം നടക്കുന്നില്ല. അപ്പൊ അവിടെ രക്തക്കട്ട പോലെ ആയിരിക്കും കാണാൻ കഴിയും. അപ്പൊ ഈ 3 അർത്ഥം ഒരേ കാര്യത്തിന് 3 അർത്ഥം ആപ്റ്റാണെന്ന് മാത്രമല്ല ഒന്നിനെ വിശദീകരിക്കുന്ന അർത്ഥമായിട്ടാണ് കാണാൻ കഴിയും. ഇങ്ങനെ ഏത് പദങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇതേപോലെ ആയിരിക്കുമോ? നമ്മൾ ബാലഭൂമി വാരരുമ്പോ നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവും മറ്റേ ശേരു മറ്റേ ആമയെ പിടിക്കാൻ പോയി മറ്റേ മരത്തുമെന്ന് ചാടി, ഇതൊക്കെയാണ്. അതല്ലല്ലോ ഇവിടെ കൃത്യമായിട്ട് ഖുർആൻ നോക്കി കഴിഞ്ഞാൽ നിയമങ്ങൾ കാണാം. ഒരു മനുഷ്യനെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന്റെ ധാർമ്മികമായിട്ടുള്ള നിയമങ്ങൾ കാണാം. അതേപോലെ തന്നെ ഒരു രാഷ്ട്ര നിർമ്മാണത്തിനുള്ള നിയമങ്ങൾ, ശിക്ഷകൾ, അങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളും, ഒരു രാജ്യത്തിന് വേണ്ട നിയമങ്ങൾ അടക്കമുള്ള ഒരു കുടുംബത്തിലും ഒരു വ്യക്തിക്ക് ഈ കാണുന്ന എല്ലാ നിയമങ്ങളും ഖുർആനിൽ ഒരൊറ്റ 6666 ആയത്തുകളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടും ബാക്കി പ്രവാചകന്റെ പ്രാക്ടിക്കൽ ജീവിതത്തിലുള്ളതും ഒക്കെ കൂടി കൂട്ടിയിട്ടാണ് ഇസ്ലാം നിലനിൽക്കുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം കൃത്യമായിട്ട് ഒരു വെല്ലുവിളി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് വല്ല മറുപടി ഉണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. ഇല്ല എനിക്ക് കഴിയൂല എന്നല്ല പറയാം. കഴിയൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തോറ്റു എന്നുള്ള. ഇവിടെ ഖുർആൻ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്കത് കഴിയില്ല എന്നുണ്ടെങ്കിൽ അത് കഴിയൂല എന്ന് കൃത്യമായിട്ട് അടുത്ത ആയത്തിൽ 24ാമത്തെ ആയത്തിൽ കൃത്യമായിട്ട് അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് മനുഷ്യ സൃഷ്ടിയല്ല. നിങ്ങൾ ആര് വേണമെങ്കിലും സഹായത്തിന് വിളിച്ചു. ഇന്നിപ്പോ AI ഉണ്ടല്ലോ. ഞാനിപ്പോ അടുത്ത് ChatGPT ചോദിച്ചു ഖുറാനിന്റെ ഒരു അധ്യായം പോലെ ഒരു അധ്യായം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ ചോദിച്ചു. ഇല്ല, അത് കഴിയൂല. അത് ഒരു ദൈവികമായിട്ടുള്ള ഒരു ഇതാണ്. അത് നമുക്ക്, ഞാനൊരു സ്വയം നിർമ്മിത AI ടൂള് മാത്രമാണ്. നമുക്ക് ഫീഡ് ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. ഇതൊരിക്കലും കഴിയൂല എന്ന്. എന്നാലും ഒരു ഏകദേശം വരുന്നത് കഴിയുമെന്ന് വെച്ചു. അത് നോക്കാന്ന് പറഞ്ഞ് ഒന്ന് അയച്ചു തന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു ഇതില് ഖുറാനുമായിട്ട് എന്തെങ്കിലും വൈരുദ്ധ്യം ഉള്ളതായിട്ടുണ്ടോ? അപ്പൊ അവര് തന്നെ ഇന്ന കാര്യം, ഇന്ന വേർഡ്, ഇന്ന ഇതൊക്കെ അവര് തന്നെ വിശദീകരിച്ചത്. ഇതുമായിട്ട് ഖുറാനുമായിട്ട് വ്യത്യാസമുണ്ട്, അതുമായിട്ട് വ്യത്യാസമുണ്ട് അവര് തന്നെ പറയാം. ഇത് നമുക്ക് ഈ അടുത്ത് തന്നെ ഖുറാന എന്ന് പറഞ്ഞിട്ട്, ഖുറാനിന്റെ തുടക്കത്തിലൊരു സൂറത്ത് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരുന്നു, സൂറത്ത് ഖുറാൻ. അത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അവര് തന്നെ ഒഴിവാക്കിയത്. ഇതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്. ഇതാണ് ഈ മനുഷ്യര് ഉണ്ടാക്കി കഴിഞ്ഞ ഓരോ സന്ദർഭത്തിലും ഇതേമാതിരി ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വന്ന ആളുകളൊക്കെ പരാജയപ്പെട്ടതായിട്ടാണ് കാണുന്നത്. അതിപ്പോ 2025 നിൽക്കുമ്പോൾ നമുക്ക് ഇതേ കാര്യം പരാജയപ്പെട്ടതായിട്ടാണ് കാണുക. ഇപ്പം നമുക്കറിയാം ഏത് കാര്യവും നമുക്ക് ഒരു ചെറിയ പ്രൊമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിർമ്മിച്ചു തരുന്ന AI നിർമ്മിത കാലഘട്ടത്തിലാണ്. ഇനി അടുത്ത ഏത് AIക്ക് അപ്പുറം വേറെന്തോ ഒരു സാധനം വരുന്നുണ്ട്. എന്തിനു പറയാൻ തോന്നുന്നില്ല. ഇത് എന്ത് വന്നു കഴിഞ്ഞാലും ഇതിന് എല്ലാം കഴിയൂല എന്നാണ് അള്ളാഹ് തന്നെ ഖുർആനിൽ പറഞ്ഞു. നിങ്ങൾ മനുഷ്യന്മാരാവണ്ട, നിങ്ങൾ എന്ത് ഉപയോഗിച്ചു, നിങ്ങൾക്ക് സഹായികളായിട്ട് എന്ത് ഉപയോഗിച്ചു, എന്നിട്ട് നിങ്ങൾ കൊണ്ടുവരാൻ കഴിയൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയൂല എന്ന് പറഞ്ഞ് മാറില്ല. എന്നിട്ട് അടുത്തത് നോക്കുക. എന്താണ് ഇനി അടുത്തത്? ഖുർആനിൽ വല്ല തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അതാണല്ലോ സൂറത്തു നിസായില് 52ാമത്തെ ആയത്തിൽ പറയുന്നത്. ഇത് അള്ളാഹുവിൽ നിന്നല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിൽ ധാരാളം വൈരുദ്ധ്യം കാണാം. ഒന്നല്ല, ധാരാളം കാണാം. മനുഷ്യര് ഇത് ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 വർഷത്തിന്റെ ഉള്ളിൽ പല സമയത്തും പല സന്ദർഭങ്ങളിലും ഇറങ്ങിയാണ്. ഇതൊക്കെ കൂടി ഒരുമിച്ച് കൂട്ടി വെക്കുമ്പോ ഒരു മനുഷ്യനാണ് പറയുന്നതെങ്കിൽ ഇഷ്ടം പോലെ വൈരുദ്ധ്യം കാണാൻ കഴിയും, ഉറപ്പാണ്.
ഒരൊറ്റ സമയത്ത് ഇരുന്ന് എഴുതിയാൽ തന്നെ ഒരേ മാറ്റത്തിരുത്തൽ വരുത്താം. അതേ സ്ഥാനത്ത് 23 വർഷത്തില് പല സമയത്തായിട്ട് ഇറങ്ങിയ സംഭവം ഒരുമിച്ച് കൂടുമ്പോൾ ഒരു വൈരുദ്ധ്യം ഇല്ല എന്ന് മാത്രമല്ല വളരെ പെർഫെക്റ്റ് ആണെന്ന്. അതിനാണ് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത്. ഇവരുടെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ, വരീദുവിന് മുഗീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയ കവി. അയാൾ പറഞ്ഞാൽ എനിക്ക് ജിന്നിന്റെ കവിത വരെ അറിയാം, പക്ഷെ ഇത് കവിത അല്ല, ഇത് അതിജയിക്കും എന്നാ പറഞ്ഞത്. അയാൾ തന്നെ പറയാം, ഇത് ഭൂമിയിൽ നിന്നും ഉയർന്നു വന്ന ഒരു വൃക്ഷം പോലെയാണ്, അതിന്റെ വേര് വളരെ ഉള്ളിലേക്ക് ഇറങ്ങിയതാണ്, ഇതിനെ അതിജയിക്കാൻ കഴിയില്ല എന്ന് അയാൾ തന്നെ സമ്മതിച്ച ഒരു കാര്യമാണ്. പിന്നീട് അയാൾ അതിനെ മാറ്റി പറയുന്നതും ഒക്കെ ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്. സൂറത്ത് ഓർമ്മട്ട് ആ സൂറത്ത് തന്നെ അതിന്റെ വിശദീകരണം കാണാൻ കഴിയുന്നു. എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ട് കിട്ടുമായിരുന്നു? അല്ല ഇതിന്റെ ഉള്ളില് പുള്ളി ആദ്യം ചോദിക്കുന്നത് ഈ പറഞ്ഞതാണ്. പിന്നെ രണ്ടാമത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ അടുത്താണ് ഇത് വെല്ലുവിളിക്കണമെന്ന്. അത് തന്നെയാണ് മനുഷ്യന്മാരുടെ അടുത്താണ് വെല്ലുവിളിക്കുന്നത്. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായത് ഖുറാന്റെ എതിരെയുള്ള അന്നത്തെ ആരോപണം എന്തായിരുന്നു? ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഉണ്ടാക്കിയ ഒരു കവിത എന്നുള്ള രീതിയിലാണ്, പഴയ ആൾക്കാരുടെ കഥകളൊക്കെ ഉണ്ടാക്കിയ ഒരു സാധനം എന്നുള്ള രീതിയിലാണ്. അപ്പോഴാണ് അതിനെതിരായിട്ടാണ് സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടുള്ള ചലഞ്ചായിട്ടാണ് ഇതായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുന്നത്, നിങ്ങളും മുഹമ്മദിനെ പോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ മനുഷ്യനല്ലേ, അവനാണ് ഇത് ഉണ്ടാക്കിയത്. നിങ്ങൾ ഇതുപോലത്തെ തരത്തെ കൊണ്ടുവരില്ല, സ്വാഭാവികമായിട്ടുള്ള ഒരു ചലഞ്ച് അല്ലായിരിക്കും. അപ്പൊ നമ്മൾ പറയുന്നത് കണ്ടില്ലേ, ഞാൻ ഈ സാധനം ഒരു നല്ല രീതിയിലുള്ള ഒരു എന്തെങ്കിലും ഉപകരണം ഉണ്ടാക്കി. ഇപ്പൊ AI ഉണ്ടാക്കി അല്ലെ. ഇപ്പൊ ഈ അടുത്ത് വന്നതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് വെച്ചാൽ AI ഉണ്ടാക്കി. അത് മനുഷ്യന്മാരുണ്ടാക്കിയതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ട് ആരെങ്കിലും പറയണില്ല ഇത് മനുഷ്യന്മാരുണ്ടാക്കിയതല്ല, ഇതിപ്പോ പുറം ഗ്രഹങ്ങളിൽ നിന്നുള്ള ഏതൊരു തന്നാന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവരെടുത്ത് പറയാൻ പറ്റും. ഇത് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കണ്ടില്ലേ, ഇപ്പൊ ചൈനക്കാർ ഡീപ് സീക്ക് പറഞ്ഞിട്ടുണ്ടാക്കി, അത് ഓപ്പൺ AIനെക്കാട്ടിയും മെച്ചമുള്ള സാധനം. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു ചലഞ്ച് വരുള്ളൂ. ഓപ്പൺ AI വലിയ കാര്യമായിട്ട് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് തിളങ്ങിയതായിരുന്നു ഓപ്പൺ AI ആണ്. അപ്പൊ ചൈനക്കാർ വന്നിട്ട് പറഞ്ഞില്ല, ഇതിന്റെ 10 ഇരട്ടി ഗുണത്തിന്റെ ഉള്ളിൽ പകുതി വിലക്ക് ഞങ്ങൾ ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് അവർ ഡീപ് സീക്ക് ഉണ്ടാക്കി. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും ഓപ്പൺ AI ഉണ്ടാക്കിയത് മനുഷ്യനാണ്, മറ്റേ ഡീപ് സീക്ക് ഉണ്ടാക്കിയത് മനുഷ്യനാണ്. അത് വ്യത്യാസമില്ല. നേരെ മറിച്ച് ഖുറാൻ അങ്ങനെയല്ല. അതാണ് അതിന്റെ ചലഞ്ച്. അതിനെതിരെയുള്ള ആരോപണം അതായിരുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണെന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞത്. അപ്പൊ അങ്ങനെയല്ലേ പറയും, അവന് മനുഷ്യനാണ്, നീ മനുഷ്യനാണ്, നീ ഉണ്ടാക്കും, അങ്ങനെയല്ലേ ചോദിക്കും മനുഷ്യന്മാരെ. അപ്പൊ പിന്നെ ഖുറാനിലുള്ള പറയുന്നുണ്ട്, അള്ളാഹു അല്ലാതെ അള്ളാഹു അല്ലാതെ വേറെ ആരെ വിളിച്ച് നിങ്ങൾ എത്ര കൂട്ടത്തിൽ വിളിച്ച് നിങ്ങൾ ചെയ്തു? ജിന്നിനെ വിളിക്കണമെങ്കിൽ ജിന്നിനെ വിളിച്ചോ, നിങ്ങൾ വേറെ ആരാ? അള്ളാഹ് പടച്ചവന്റെ സഹായം ഇല്ലാണ്ട് മലക്കുകളുടെ ജിന്നിന്റെ വേറെ ഏത് വിധത്തിലുള്ള എന്ത് ശുഹ്ദാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാക്ഷികൾ അല്ലെങ്കിൽ നിങ്ങളുടെ സഹായികളായിട്ട് നിങ്ങൾ വിളിച്ചോ, എന്നിട്ട് അവർക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാം. ഒറ്റയ്ക്ക് ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. ഒരു സൂറത്തിൽ ഒരു ആയത്ത് ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒരു സൂറത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ഏറ്റവും ചെറിയ സൂറത്ത് ആകെ 3 ആയത്തുണ്ട് എന്നുള്ള രീതിയിൽ ഏറ്റവും ചെറിയില്ലാത്തൊരു സൂറത്താണ്. അതിനെ പോലും വെല്ലുവിളിക്കാൻ പറ്റിയ രീതിയിലുള്ള ഈ സൂറത്ത് ഇതുവരായിട്ട് ആരും കൊണ്ടുവന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട് ഒരു ആയത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ആദ്യം പറഞ്ഞ് കിതാബ് കൊണ്ടുവരാൻ പറഞ്ഞു, അത് പറ്റില്ലെന്നുണ്ടെങ്കിൽ ഒരു സൂറത്ത് കൊണ്ടുവരാൻ പറഞ്ഞു, അത് പറ്റില്ലെന്നുണ്ടെങ്കിൽ ഒരു ആയത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ഇതുവരായിട്ട് ഒരുത്തനും ഒരു വെല്ലുവിളി നേരായിട്ട് ഏറ്റെടുത്തേക്കുന്നവരെല്ലാവരും പരാജയപ്പെട്ടിട്ടുണ്ട്. പിന്നെ നേരത്തെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ 23 കൊല്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു ഓർഡറിൽ ഇപ്പൊ കിടക്കുന്ന ഓർഡറിലല്ല അന്ന് ഇത് വഹിയായിട്ട് ഇറങ്ങി കൊടുക്കണം. സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യർ ഒരു കഥ എഴുതുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർഡറിലായിട്ട് ഒരു ലോജിക്കലായിട്ടുള്ള യുക്തിപരമായിട്ടുള്ള ഒരു ഓർഡറിൽ പറയുന്നുണ്ടെങ്കിൽ പിന്നെയും ഓർത്തിരിക്കാനും മനസ്സിലാക്കാനും അതിനുള്ളിലൊക്കെ ഇതൊക്കെ തെറ്റുകളൊക്കെ തിരുത്താനും ഒക്കെ ഒരു ഇതുണ്ടാവും. ഇത് പല സൂറത്തിലുള്ളതും പല സന്ദർഭങ്ങളിലുള്ളതും പല രീതിയിലുള്ള പല സ്ഥലത്തുള്ളതും പല ആൾക്കാർക്ക് വേണ്ടിയായിട്ടുള്ള രീതിയിലൊക്കെ അവിടെ ഇവിടെ പറഞ്ഞ് തിരിച്ചേക്കുന്നത്. എന്നിട്ട് അത് വഹിയോടൊപ്പം പറയുന്നുണ്ട്, ഇതിന്റെ സൂറത്തിനുള്ളിൽ ഇന്ന സ്ഥാനത്തിന്റെ ആയത്തിനുള്ളിൽ നല്ലതാണ് എന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടി ചേർത്ത് ഒരുമിച്ച് ശേഖരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യനെ കൊണ്ട് പറ്റുന്ന ലക്ഷണമല്ല. അതും ആ ചലഞ്ചിന്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം മാത്രം. പിന്നെ ഈ അർത്ഥത്തിന്റെ കാര്യം ഈ പറഞ്ഞ ഈ മലയുടെ കാര്യം നല്ലതെന്നുണ്ടെങ്കിൽ നമ്മുടെ ജബ്ബാർ പോയി മുങ്ങിയ ആടുകടലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ മനുഷ്യന് അറിയാം. അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് അറിയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർ പറയുന്ന യുക്തിപരമായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനുഷ്യന്റെ ഒരു സൃഷ്ടിപ്പല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ മറ്റേ പിന്നെ ഇതിന്റെ ഉള്ളിൽ നേരത്തെ ആദ്യം പറഞ്ഞ ഈ ബാലരമ പോലത്തെ കാര്യങ്ങൾ, ബാലരമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഭാവനയിൽ ഉണ്ടായി വരുന്ന കഥകളാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളില്ല. നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ മറ്റേ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയർ എന്ന് പറഞ്ഞ ഒരു പുലി എന്ത് ആമനെ പിടിക്കാൻ പോകുന്നുള്ള ഇതൊക്കെ വെച്ചാൽ ആമ സംസാരിക്കുന്നത് ടെസ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. റൈറ്റ്, അത് ഇപ്പൊ ഖുറാനിലുണ്ടാവും. ഈ പറഞ്ഞ മോജിസത്ത് കാര്യങ്ങളൊക്കെ പിന്നെ മിറാക്കിൾസ് എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ ഈ പറഞ്ഞ മലയുടെ കാര്യത്തിൽ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്.
അതൊന്നില്ലെങ്കിൽ ശരിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ തെറ്റാണ്. ഏതെങ്കിലും ഒരെണ്ണം തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു കൂടാൻ്റെ കാര്യം. നിങ്ങൾ ഇതിനായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ മാർത്ത വളച്ചൊടിക്കലല്ല അല്ല തെറ്റാണെന്നുള്ളത്. ഫാക്ച്വൽ ആയിട്ട് ഒരു സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ എവിഡൻസ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉൾക്കൊണ്ട ഒരു ചലഞ്ചാണ് ഇതിനുള്ളിൽ കൊടുത്തേക്കുന്നത്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ ചെയ്യാൻ പറ്റിയതെങ്കിൽ പിന്നെയും പറയാം, പിന്നെയും കിടക്കേണ്ട ബാക്കി അവിടെ ചെയ്താൽ തന്നെ പിന്നെയും ബാക്കി കിടക്കേണ്ടി എന്നുള്ള രീതിയിലാണ് ഈ ഇത് മനസ്സിലാക്കുന്നത്. പിന്നെ അതിലെ പ്രവചനങ്ങൾ, ഉദാഹരണത്തിന് അന്ന് തന്നെ ആ ഒരു സമയത്ത് തന്നെ പ്രവചനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉദാഹരണത്തിന് സൂറത്ത് റൂമില് പറയുന്നുണ്ട്, ഒലിബത്ത് റോം. അന്ന് ആ പരാജയപ്പെട്ട് കിടക്കുന്ന ആ ഒരു റോമിന്റെ ഒരു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, അത് 9 എന്ന് കൃത്യമായിട്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു പറയുന്നുണ്ട്. അവിടെ പറയുന്ന ആയത്തിനെ വിശദീകരിച്ചു. അപ്പൊ അത് കൃത്യമായിട്ട് പ്രവചനം അവിടെ അന്ന് തന്നെ പുലരുന്നതായിട്ടും കാണാം. അങ്ങനെ ഒരുപാട് പ്രവചനങ്ങൾ ഖുർആനിൽ കാണാൻ കഴിയും, മറ്റു കാര്യങ്ങൾ പ്രവാചക വചനങ്ങളിൽ കാണാൻ കഴിയും. അപ്പൊ ഇത് ഖുർആനിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പുലർന്നതായിട്ടും പിന്നീട് നടന്നുള്ളതും ഒക്കെ കാണാൻ കഴിയും. അപ്പൊ ഈ അൾട്ടിമേറ്റ് ആയിട്ട് ഖുർആൻ പറയുന്നത് എന്താ വെച്ചാൽ ലോകാവസാനം വരെയുള്ള ജനതകൾക്ക് ഒരു മാർഗദർശനമായിട്ടാണ് ഖുർആൻ പറയുന്നത്. അല്ലാതെ ഇപ്പോ ബാലരമയും ബാലമംഗളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് വായിച്ച് അത് കഴിഞ്ഞ് സ്ഥിരമായിട്ട് ഒരേ കഥ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ ഓരോരുത്തർക്ക് ചിലർക്ക് ആ കഥ ഇഷ്ടപ്പെട്ടത് ഒരു കഥയാകുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരും, ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ സിനിമ കാണുന്ന പോലെയാണ്, അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്ന പോലെയാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഭാവനയിൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ അത് ഭാവനപരമാണെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പൊ ചില സിനിമ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ചിലർക്ക് സൂപ്പർ ഹീറോ മൂവീസ് ആയിരിക്കും ഇഷ്ടപ്പെടില്ല, ചിലർക്ക് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ളതായിരിക്കും, ചിലർക്ക് ഭയങ്കര ഗ്ലാമർ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് തന്നെ വിചാരിക്കാം, ആ പാട്ട് എത്ര പ്രാവശ്യം കേൾക്കും ഒരാൾ? ഡെയിലി എന്നാ അതുകൊണ്ട് ഇത് ഖുറാൻ പാരായണം ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഖുറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാബയുടെ മുന്നിൽ ഇരുന്ന് ഖുറാൻ പാരായണം ചെയ്യുമ്പോൾ ഏതോ ഒരു മക്ക മുശ്രിക്ക് അവിടെ വന്ന് കേൾക്കും. അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു അത്ഭുതം തോന്നുന്നത്, അവിടെ ഇങ്ങനത്തെ ഒരു കവിതയാണെന്ന് ചോദിച്ചപ്പോ ആ അടുത്ത ആയത്ത് പറയുന്നില്ല ഇത് കവിതയല്ല എന്ന് പറയുമ്പോൾ അയാളുടെ ചോദ്യങ്ങളാണ് പോകുന്നത് കേട്ടിട്ട് അടുത്ത എന്തായിരിക്കും എന്നുള്ള ആ ചോദ്യത്തിന് അടുത്ത ഉത്തരാണ് വരുന്നത്. അടുത്ത ഉത്തരമായിട്ട് തന്നെ ആയത്ത് അപ്പൊ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അതൊക്കെ നേരിട്ട് അനുഭവിച്ച അത്ഭുതങ്ങളായിട്ടാണ് അവർ മനസ്സിലാക്കിയിട്ടാണ് ഇസ്ലാമിലേക്കൊക്കെ അടുത്ത് വരുന്നത്. അപ്പൊ ആ കാര്യത്തിൽ ഈ പാട്ട് കേൾക്കുന്ന പോലെ ഒരാൾക്ക് തോന്നുന്ന ആ അത്ഭുതം അല്ലെന്നുണ്ടെങ്കിൽ ആ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കുറയാണ്. ഒരു പാരായണം കേട്ടപ്പോൾ ഇപ്പൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പല രീതിയിലും പല ആൾക്കാരും പല ഗ്രാഹത്തിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പാട്ട് കേൾക്കണ മറ്റേ ഈ പാട്ടുകാരെക്കാട്ടി കൂടുതൽ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബില്യൺ കണക്കിന് ആൾക്കാര് ഇപ്പോ യൂട്യൂബിലൊക്കെ എടുത്ത് കേട്ട് റിപ്പീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ അതുപോലും ഇതിന്റെ ഉള്ളിലുണ്ട്. എന്നാൽ അത് കാരണം കൊണ്ടാണോ? അല്ല, അത് മാത്രമാണ്. അതിന്റെ ഉള്ളിൽ അർത്ഥമുണ്ട്. ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും അതിന്റെ ഉള്ളിൽ കൊണ്ടേക്കുന്നതാണ്. ഏതെങ്കിലും ഒരെണ്ണം അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്ത് കാണിക്കട്ടെ എന്നുള്ള ചലഞ്ച്. എനിവേ ദീപ് എന്തെങ്കിലും ആഡ് ചെയ്യണ്ടേ? അടുത്തേക്ക് പോകാം. ലിയാഖത്തലിക്ക് എന്തോ ഈ പറയുന്നതിന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഖുറാനെ പോലെ ഒരെണ്ണം കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഒരു പാട്ടിനെ പോലെ മറ്റൊരെണ്ണം കൊണ്ടുവരാൻ പറ്റുമെന്ന് എന്താ പറ്റാത്തത്? അതേ പാലരെ അടിച്ചാൽ പോലെ. അല്ലെങ്കിൽ ബാലരമ പോലെ ബാലമംഗളം ഉണ്ടല്ലോ, ബാലരമ പോലെ ഒരെണ്ണം കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ബാലരമ പോലെ അതിനകത്തുള്ള ചിത്രകഥയും ആ ക്വാളിറ്റിയിലുള്ള കഥയും ആൾക്കാരെ വശീകരിക്കുന്ന രീതിയിലുള്ള അതേ കണ്ടന്റ് വെച്ചിട്ട് ബാലമംഗളം ഇറക്കാൻ പറ്റും. അതാണ് ഉദ്ദേശിച്ചത്. അല്ല ബാലരമ പോലെ തന്നെ ഉണ്ടാക്കാനല്ല. ഇപ്പൊ ടൈറ്റാനിക് പോലെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? അതേപോലെ ഉണ്ടാക്കണമെന്നാണ്. അതിന്റെ ടെക്നിക്കൽ ക്വാളിറ്റി, അതിന്റെ ഡയറക്ടീവ് സ്കില്ല്, ഓരോ സീൻ എടുക്കാൻ ഒരു എഫേർട്ട്, ഒടിഞ്ഞു വീഴുമ്പോൾ ഉണ്ടാവുന്ന എത്ര കപ്പലിന്റെ എത്ര നാച്ചുറലായിട്ട് എടുത്തേക്കുന്നു. ഇങ്ങനെ ടെക്നിക്കലായിട്ട് നിങ്ങൾ ഒരു പടം കൊണ്ടുപോകാം എന്നല്ല എന്റെ അർത്ഥം. അല്ല ടൈറ്റാനിക് പോലെയാണോ? അപ്പൊ ഈ ഖുറാൻ എന്താ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാത്ത. അതുപോലെ തന്നെ ആ സിനിമയുടെ ഒരു ഉദാഹരണം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ സീക്വൽസ് ഉണ്ടാവില്ല, 2ാം ഭാഗം 3ാം ഭാഗം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ CBI യുടെ ദൃശ്യം പോലെ. ദൃശ്യമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റ് ആയ ഒരു സിനിമയാണ്. എന്നിട്ട് അവർ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അടുത്തൊന്നും പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വന്നിട്ട് ദൃശ്യം 2 വന്നപ്പോൾ അതിനെക്കാട്ടി വലിയ ഹിറ്റായിരുന്നു.
അതേമാതിരത്തെ ഒരു കമ്പാരിസൺ വെച്ച് നോക്കിയാൽ മതി. ഒരാളുണ്ടാക്കി തന്നെ മെച്ചപ്പെട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അതിനാണ് നേരത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയതാണെങ്കിൽ ഓക്കെ, അതിന്റെ സീക്വൽ ആയിട്ട് അതിനെക്കാട്ടി മെച്ചപ്പെട്ടവർക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു ആശയമാണ് അവിടെ ഉൾക്കൊള്ളുന്നത്. കറക്റ്റാണ്. അപ്പം ഒന്നിനെ പോലെ മറ്റൊന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റിയിലാണ് അതിനകത്ത് വരുന്ന ഓരോ കുറെ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ, സമീറും ഒക്കെ പറഞ്ഞല്ലോ, ഓരോ എന്താണ് അതിന്റെ ക്വാളിറ്റി. ഇതിന് മാച്ച് ചെയ്യുന്ന കണക്ക് ഒരെണ്ണം കൊണ്ടുപോകാന്നാണ് എന്റെ അർത്ഥം. അതിന് മനുഷ്യനോട് പോയി വെല്ലുവിളിക്കുന്നു, അതിന്റെ ഒരു കുറവ് പോലെ. മനുഷ്യനോട് വെല്ലുവിളിക്കാൻ കാര്യം ഇത് ദൈവികമാണെന്ന് പറഞ്ഞപ്പോ അവനാണ് ചോദ്യം ചോദിച്ചത്. ഇതല്ല ദൈവികമല്ല, ഇത് ഒരു കവിയുടെ വാക്കുകളാണ്, അല്ലെങ്കിൽ ആരെ പറഞ്ഞു കൊടുത്ത് പറയുന്നതാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഒരെണ്ണം കൊണ്ടുപോകാം, ഒരു വേറൊരു കവി വെച്ച് ഇത് ഉണ്ടാക്ക്. അങ്ങനെയാണ് ഖുർആൻ കൗണ്ടർ ചെയ്തത്. അല്ലാതെ മനുഷ്യനെ ചുമ്മാ വെല്ലുവിളിച്ചല്ല, ഇത് നിരാകരിക്കുന്നവരോടാണ് വെല്ലുവിളിച്ചത്. നിങ്ങൾ ഇത് തെറ്റുണ്ട് അല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ വാ, അതല്ലേ കറക്റ്റാണ് ചെയ്യേണ്ടത്. ഒരാളൊരു പ്രോഡക്റ്റ് കാണിച്ചിട്ട് നിങ്ങൾ എന്റെ പ്രോഡക്റ്റ് മാച്ച് ചെയ്യുന്ന കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് വെല്ലുവിളിക്കുന്ന ആൾക്കാരോട് പറയണം, ശരി അല്ലെങ്കിൽ ഇതിന്റെ സൂപ്പർ സീഡ് പറഞ്ഞാൽ കാണിച്ചാൽ അത് ആ ലൈനിലല്ലേ ഖുർആൻ സംസാരിച്ചത്. മനുഷ്യരോട് പോയി ചോദിക്കാവോ? അപ്പൊ എത്രത്തോളം ഇവരുടെ ആ ലെവല് നോക്കണം, വിമർശനത്തിന്റെ ലെവല്. അപ്പം എതിർത്തവരോടാണ് അത് ചോദിച്ചത്. അത് ഒരു കണക്കിന് അവർ അംഗീകരിച്ച് നിൽക്കുന്നതാണ്. അത് പടച്ചോൻ എന്നുള്ളൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മനുഷ്യരുടെ അടുത്ത് വെല്ലുവിളിക്കാൻ പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പൊ പടച്ചോൻ ഉണ്ടെങ്കിലല്ലേ അങ്ങനത്തെ ഒരു പ്രശ്നം വരുള്ളൂ. ദൈവത്തിന്റെ മനുഷ്യരോട് ചോദിക്കാൻ പറ്റുമെന്നാണ് ലേഖത്തിൽ ചോദിക്കുന്നത്. അപ്പം അവർ അതിന്റെ കൗണ്ടറാണത്, അതാണ് ഉത്തരം. ഇതല്ല എന്ന് പറയുന്നവരോട് ഉത്തരമാണ്. അപ്പോൾ അന്നത്തെ ആൾക്കാർ ശ്രമിച്ച് പരാജയപ്പെട്ടു. അന്നത്തെ ആൾക്കാർ ലിറ്ററി സ്കില്ല് മാത്രമേ ഉള്ളൂ. ഇന്നാണ് അതിന്റെ ഉള്ള ആഴത്തിലുള്ള സയന്റിഫിക് കാര്യങ്ങളും മറ്റ് സോഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഡീപ്പായിട്ട് നോക്കുന്നത്. എത്രത്തോളം ഒരു സോഷ്യൽ പ്രോബ്ലത്തിനെ അത് അഡ്രസ് ചെയ്യുന്നു, അതെല്ലാം നോക്കണം, പല ആംഗിളിലും നോക്കണം. അന്ന് ആൾക്കാർ അവിടെ ലിറ്ററി ആയിരുന്നു, ഇപ്പൊ ലിറ്ററി ലെവലിൽ കൊണ്ടുവരാൻ പറഞ്ഞത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച ഹദീസിൽ വരുന്ന വാക്കുകളും ഖുർആനിലുള്ള വാക്കുകളും എന്തുവാ, ആകാശം ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആ വാക്കുകളല്ല അത് ഖുർആനിലിരിക്കുന്നത്. പ്രവാചകൻ സംസാരിക്കുന്ന നോർമലായിട്ട് വഹി അല്ലാതെ സംസാരിക്കുമ്പോൾ പോലും ഹദീസിൽ ഹദീസ് പോലും വഹിയാണ്, പക്ഷെ സ്വന്തം വാക്കുകൾ പറയുന്നതാണ്. ആശയം മാത്രം മനസ്സിൽ വരും, പ്രവാചകൻ സ്വന്തം വാക്കുകൾ പറയുന്നതാണ്. അതേസമയം ഖുർആൻ സംസാരിക്കുമ്പോൾ അത് വേറൊരു സ്റ്റൈലിൽ പോകുന്നുണ്ട്. അത് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കില്ല അവര്. അപ്പം ആർക്കും അവിടുത്തെ ആൾക്കാർ പറ്റിയില്ല. അപ്പൊ അത് പ്രൂവ് ചെയ്ത് കാണിച്ചാണ്. അപ്പൊ ഇതെല്ലാം ആ സ്ത്രീകൾക്ക് എന്താണ് പ്രശ്നം എന്ന് അറിയാൻ ഒന്നിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ അത് ആശയം UDHR പ്രഖ്യാപനം അതിന് ഈക്വലായിട്ട് ഒന്നുമില്ല എന്നുള്ളത് അത് ഇപ്പൊ തന്നെ പറയണം, ഈ സാഹചര്യത്തിൽ തന്നെ പറയണം. ലോകത്ത് ഇത്രയും ജൂത ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഹിറ്റ്ലർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത്. മൊത്തം UN എതിർക്കുന്നു, ആൾക്കാരെല്ലാം എതിർക്കുന്നു, പക്ഷെ അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ സമയത്തൊന്ന് UDHR സംസാരിക്കാം നമ്മുടെ അടുത്ത്. UDHR 1 പറയുന്നു, 2, 3 പറഞ്ഞിട്ട് എന്തോ ചെയ്യാനാന്ന്? മനുഷ്യരെല്ലാം പറഞ്ഞിട്ട് പ്രഖ്യാപനം ചെയ്തിട്ട് പൂട്ടി വെച്ച് കഴിഞ്ഞാൽ എന്താവാനാണ്? UDHR പ്രഖ്യാപിച്ച പെട്ടിയിലിട്ട് പൂട്ടി വെച്ചു, അത്രേ ഉള്ളൂ. ഇസ്ലാം അതാണോ ചെയ്തത്? സമത്വം പറഞ്ഞാൽ സമത്വം ചെയ്ത് കാണിച്ചോ ഇല്ലയോ? അന്ന് തന്നെ ചെയ്ത് കാണിച്ചോ ഇല്ലയോ? ബിലാലിനെ കൊണ്ടുവന്ന് അടുത്ത് നിർത്തി ജാതി വ്യവസ്ഥ ഇല്ലാതാക്കി. കറുപ്പ് വെളുപ്പ് ഇന്നും അമേരിക്കയിലും പല രാജ്യങ്ങളിലും അവരെ കൊണ്ട് UDHR കൊണ്ട് അത് മാറ്റാത്തത്. ഒരാളെങ്കിലും UDHR കണ്ടിട്ട് ഈ അത് മനസ്സിലാക്കി രണ്ടുപേരും സമന്മാരാണെന്ന് മനസ്സിലാക്കി ഒരാളെ കാണിച്ച UDHR ഒരു പ്രഖ്യാപനം കേട്ടിട്ട് ഒരാൾ പോലും വന്ന് കാണത്തില്ല. പക്ഷെ 1400 വർഷമായിട്ട് എത്ര പേരാണ് നമ്മൾ അമേരിക്ക റേസിസം കാരണം മാൽക്കം എക്സ് ആണെങ്കിലും ശരി, മുഹമ്മദ് അലി ആണെങ്കിലും ശരി, അതുപോലെ എത്ര ആൾക്കാർ ഇതിന്റെ ഇസ്ലാമിന്റെ സൗന്ദര്യം കണ്ട് നമ്മുടെ നാട്ടിലെടുത്ത് കഴിഞ്ഞാൽ, തമിഴ്നാട്ടിലെടുത്താലും ശരി, ഇവിടെ എടുത്താലും ശരി, എത്ര പേര് ആ റേസിസം അല്ലെങ്കിൽ ആ ജാതി വ്യവസ്ഥയിൽ നിന്ന് മാറാനായിട്ട് ഇതിലേക്ക് വന്നു, ഇസ്ലാമിലേക്ക് വന്ന് അത് അനുഭവിക്കുന്നു. ഇപ്പോഴും 2 തലമുറ കഴിയുമ്പോഴത്തേക്ക് അവൻ എവിടെ നിന്ന് വന്നു പോലും അറിയാൻ പറ്റുന്നില്ല, ഏത് ജാതിയാണെന്ന് അറിയാൻ പറ്റുന്നില്ല. മീനാക്ഷിപുരം തെങ്കാസി വലിയ ഫേമസ് ആയ കേസാണത്. അതിനകത്ത് റിസർച്ച് നടത്തിയ ആൾക്കാർ, അതിനായിട്ട് സബ്ജക്ട് റിസർച്ച് ചെയ്ത ആൾക്കാരുണ്ട്. 2 തലമുറ കഴിഞ്ഞിട്ട് അവൻ എവിടെ നിന്ന് വന്നു, ഏത് ജാതി എന്ന് പറയുന്നത് അറിയാൻ വയ്യ, മുസ്ലിം, അത്രേ ഉള്ളൂ. അത് നിങ്ങളെ കൺമുമ്പിൽ ചെയ്ത് കാണിച്ച അതിന്റെ അതിന്റെ ഗുണഭോക്താവ് കൂടാണ് ലേഖത്തിൽ. ഏത് ജാതി എന്ന് വന്നു? ലേഖത്തിൽ പിതാവ് അറബി എന്ന് വന്നതാണ് അല്ലല്ലോ. പിതാവിന്റെ പിതാവ് അറബി എന്ന് വന്നതാണ് അല്ലല്ലോ. ഇവിടെ നിന്ന് വന്നെയാണല്ലോ. ഏത് ജാതി എന്ന് ഒന്നും പറ ഇല്ല. അതേസമയം മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോഴും മറ്റ് മതങ്ങളിലേക്ക് മാറിയാൽ തന്നെ ക്രിസ്ത്യാനി മതത്തിന് നാടകന്ന് വന്നിരുന്നുള്ള ആ പേര് അവർ കൂടെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൺമുമ്പിൽ അത്ഭുതം ചെയ്ത് കാണിക്കുന്നു ഇസ്ലാം. അതേ ആൾക്കാരുടെ മുമ്പിലാണ്. ഒരു താണ ജാതി എന്ന് വന്ന ആള് മുസ്ലിം ആയിക്കുമ്പോഴത്തേക്ക് ആ മറ്റാള് അക്സെപ്റ്റ് ചെയ്യണം. അവന്റെ മുമ്പിൽ തന്നെ നീ താണ ജാതിയാണല്ലോ, പിന്നെ മുസ്ലിമായി തൊപ്പിയിട്ടാ നീ ജാതി ഇല്ലാതാവും ഒന്നും ചോദിക്കുന്നില്ല. സലാം അലൈക്കും ബൈ ഇരിക്കുന്നു പറഞ്ഞിട്ട് ഇരുന്ന് കൂടെടുത്ത് ചായ കുടിക്കുന്നു. അത് ഇസ്ലാമിന്റെ അത്ഭുതമല്ലേ? ഇത് ലോകം മൊത്തം കാണിച്ച അത്ഭുതമല്ലേ? അത് മുഹമ്മദ് അലി എടുത്ത് കിട്ടിയ ഒളിമ്പിക് ഗോൾഡ് എടുത്ത് തേംസിൽ എറിഞ്ഞ എന്തിനാ? ഹോട്ടലിൽ ചേർന്ന് വി വോണ്ട് സെർവ് നീഗ്രോസ് എന്ന് പറഞ്ഞു. ആരായാലും എന്തോ ഗോൾഡ് മെഡൽ വാങ്ങിച്ച ആളാണെങ്കിലും കറുത്തവർക്കൊക്കെ ഞങ്ങൾ ഹോട്ടലിൽ സെർവ് ചെയ്യത്തില്ല. അപ്പൊ ആരും തിരിച്ചു പറഞ്ഞ
ഐ ഡോണ്ട് ഈറ്റ് നീഗ്രോസ് എന്ന് പറഞ്ഞു. അത് വേറെ ഒരു തമാശയ്ക്ക് പുള്ളി കൗണ്ടർ ചെയ്തു. വി ഡോണ്ട് സെർവ് നീഗ്രോസ് ഐ ഡോണ്ട് ഈറ്റ് നീഗ്രോസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതൊക്കെ കണ്ട് നേരെ ആൾക്കാർ ഇസ്ലാം എങ്ങനെ പരിവർത്തനം ചെയ്തു, അന്നും പരിവർത്തനം ചെയ്തു 23 വർഷം കൊണ്ട് ആൾക്കാരുടെ. അതായത് ഭാഷാ വെറിയില് അങ്ങ് ഉച്ചയിൽ നിന്ന ആൾക്കാരായിരുന്നു അറബികൾ. അവർ അറബികളും മറ്റ് ഭാഷ സംസാരിക്കുന്നവർ അജമികളും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവൻ സംസാരിക്കുന്ന ഭാഷയല്ല, അവന് സംസാരിക്കാൻ അറിയത്തില്ല, അറബി മാത്രമാണ് ലാംഗ്വേജ്. അങ്ങനെയുള്ള ആൾക്കാർ മുമ്പിലാണ് പോയി പറഞ്ഞത് നിങ്ങളെല്ലാം ഒരു മതവിനെ മക്കളാണ്, ഒരു അള്ളാവിനെ ഭയപ്പെടുന്നതിന് ചോദിച്ചാൽ നിങ്ങളുടെ ക്യാരക്ടറിന്റെ ബേസിലല്ലാതെ ഒരാൾക്കും ഔന്നത്തിയില്ല. നിറത്തിന്റെ പേരിലില്ല, റേസിന്റെ പേരിലില്ല, ഒന്നിന്റെ പേരിലില്ല എന്നവിടെ മുമ്പിൽ പറഞ്ഞ് അവർ അക്സെപ്റ്റും ചെയ്തു. 1500 വർഷമായിട്ട് അത് ഫോളോ ചെയ്തിരുന്ന ആൾക്കാരെല്ലാം അത് കാണുകയും ചെയ്യും. ഇത് ഇത്രയും കണ്ടിട്ട് പറയാണ് UDHRനെ പോലെ ഒരെണ്ണം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇത് പരിപ്പ് ഇവിടെ വേഗത്തില്ല, അത്രേ ഉള്ളൂ. ഷോർട്ടായിട്ട് പറഞ്ഞു പോവാം. അടുത്ത പിന്നെ മുസ്ലിം സാഹോദര്യം. അല്ല, അതിപ്പോ ഈ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന ഒരൊറ്റ ആയത്ത് മതിയല്ല UDHRന്റെ ആദ്യത്തെ അല്ല, എത്ര ഇത് ഏതും എല്ലാം വേണ്ടി ഒരൊറ്റ ആയത്ത് മതിയല്ലോ. നിങ്ങളെല്ലാവരെയും ഒരു പുരുഷനും ഒരു സ്ത്രീയിൽ നിന്നാണ് ചെയ്തത്. നിങ്ങൾ തമ്മിൽ മനസ്സിലാവാൻ വേണ്ടിയാണ് അല്ലെ. ഇപ്പൊ ഒരു ഇന്ത്യക്കാരനെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഏകദേശം അറിയാൻ പറ്റും ഇന്ത്യ എന്ന് വന്നേക്കണം. സായിപ്പിനെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഏകദേശം അറിയാൻ പറ്റും മറ്റേ പാശ്ചാത്യ രാജ്യത്തിൽ വന്നേക്കണം. അപ്പൊ അതേമാരത്തെ ആ ഒരു വേർതിരിവ് പറയുമ്പോൾ ആഫ്രിക്കക്കാരനെ കണ്ടെത്തുന്നത് മനസ്സിലാവുന്ന ഏകദേശം ആ റീജിയനിൽ നിന്നാണെന്നുള്ളത്. ഇപ്പൊ ചിലവർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺട്രിയിൽ ഇന്ന ഏരിയ ഇപ്പൊ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഇപ്പൊ തമിഴിനും മലയാളിയും തമ്മിൽ കണ്ടെത്തുന്നതിന് വ്യത്യാസം മനസ്സിലാവുന്ന ചില ആൾക്കാരുണ്ടാവും. അതും അവരായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഇപ്പൊ ചിലരൊക്കെ പറയുമ്പോൾ മറ്റേ നോർത്ത് ഈസ്റ്റ് അവരെ ചൈനക്കാരാണെന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ പറഞ്ഞാൽ ചൈനക്കാരും ജപ്പാൻകാരും തൈവാൻകാരും തമ്മിലൊക്കെ വ്യത്യാസം കണ്ടെത്തുന്ന ഒറ്റയടിക്ക് പറയുന്ന ആൾക്കാരുണ്ടാവും. നീ ചൈനീസ് അല്ലേ, അല്ലെങ്കിൽ നീ കൊറിയന്നല്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അതൊക്കെ വളരെ കൃത്യമായിട്ട് കൊടുത്തേക്കുന്നതാണ്. പിന്നെ UDHR ഉണ്ടായത് UDHR എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1948 ഒക്ടോബറിലെ കണ്ടിട്ട് ഇപ്പൊ ഏകദേശം 78-80 കൊല്ലം 78 കൊല്ലമായി. 80 കൊല്ലം 28 ആവുന്നു. ഈ പറഞ്ഞ നേരത്തെ തിരിപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 80 കൊല്ലമായിട്ട് ഖുറാൻ ഇറങ്ങിയത് 23 കൊല്ലത്തിനുള്ളിൽ പറഞ്ഞാൽ അതിനുള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ചെയ്ത് പ്രാബല്യത്തിലാക്കി പ്രാക്ടിക്കലാക്കി കാണിച്ചേക്കുന്ന ഒരു മതം ഒരു സൈഡിൽ ഖുറാൻ എന്നുള്ള ഒരു ബന്ധം പിന്നെ ഹദീസും കാര്യങ്ങളൊക്കെ ആയിട്ട് 23 കൊല്ലത്തിന് പ്രാബല്യമാക്കി എല്ലാം സെറ്റാക്കി കൊടുത്തേക്കുന്ന ഒരു 80 കൊല്ലമായിട്ട് UDHR നിലനിൽക്കുന്ന UN നിലനിൽക്കുന്ന ജനീവ കൺവെൻഷൻ നിലനിൽക്കുന്നത് അത് ആളെ ഓടെ വേഗമാണ് ചക്രം എന്നൊക്കെ പറഞ്ഞിട്ട് സൈഡിൽ 80 കൊല്ലമായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പലസ്തീൻ നടക്കുന്ന പലസ്തീന് മാത്രമല്ല. അപ്പൊ എല്ലാവരും പറയാം ഇത് പലസ്തീനെ മാത്രം കുറിച്ച് പറയുന്നുണ്ട്. പലസ്തീനെ വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ World War II ശേഷം നടന്നേക്കുന്ന ഏറ്റവും വലിയ വംശഹത്യകളിൽ പെട്ടേക്കുന്ന ഒന്നാണ്. പിന്നെ റവാൻഡയും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ സുഡാനിൽ നടക്കുന്നുണ്ട്, നൈജീരിയയിൽ നടക്കുന്നുണ്ട്, അവിടെ അൽബേനിയ, അസർബൈജാൻ കുറെ എല്ലാവർക്കും അറിയുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഏതെങ്കിലും പറഞ്ഞത് റഷ്യ യുക്രൈൻ ഇതിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഉള്ളിൽ ഏതെങ്കിലും രീതിയിൽ തീർപ്പാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇല്ല. അത് പാശ്ചാത്യ രാജ്യക്കാർക്ക് അവരുടെ തോന്നുന്ന രീതിയിൽ അവർക്ക് ഇപ്പൊ പൊളിറ്റിക്കലായിട്ട് എന്താണോ അവർക്ക് സൗകര്യമായിട്ടുള്ളത് അവർ അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോകും പോകുന്നല്ലാണ്ട് ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് അതിൽ എന്തെങ്കിലും ഇടപെടി ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മറ്റേ നെതന്യാഹുവിനെതിരെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കേസ് കൊടുത്തപ്പോ അമേരിക്കയിൽ നമുക്ക് സെനറ്റർ പറയണം ഇതൊന്നും വെള്ളക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കയിലുള്ള ഈ പറഞ്ഞ ഡിക്റ്റേറ്റേഴ്സ് വേണ്ടി പച്ചക്കെടുത്ത് പറഞ്ഞേക്കുന്നത് അമേരിക്കയിലുള്ള റിപ്പബ്ലിക്കൻ സെനറ്റർ ഉണ്ട്. ആ വീഡിയോ എപ്പോഴും ഓൺലൈനാണ്. അതേമാരെ കാര്യങ്ങൾ നടക്കുന്ന ഒരു ലോകത്ത് നിന്നിട്ടാണ് ലിയാഖത്തിൽ ഈ ഡയലോഗ് എടുത്തത്. അതൊന്നും തമ്മിലേക്ക് അത്ര ഇതൊക്കെ അറിവില്ലായ്മയുടെ ആണോ അതേ അറിഞ്ഞുകൊണ്ട് ചെയ്യണാണോ എന്നുള്ളതൊക്കെ പിന്നെ വേറെ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി വെച്ചാൽ ഓക്കെ, അതിനകത്ത് 2 പോയിന്റ് കൂടെ ഉണ്ട് പറയാം. പിന്നെ മുസ്ലിം സാഹോദര്യം അത് ഓൾറെഡി പറഞ്ഞു. അത് നേരെ സമീർ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ അതേ സബ്ജക്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സാഹോദര്യം അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അതിനകത്ത് നോക്കിയാൽ മതി. പിന്നെ വളരെ മോശപ്പെട്ട വാക്കുകൾ ഖുർആൻ യൂസ് ചെയ്യുന്നു. എന്ത് മോശപ്പെട്ട വാക്കാണ് യൂസ് ചെയ്തത്? അതായത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, കാണുന്നില്ലേ, ബുദ്ധി ഉണ്ടായിട്ട് ചിന്തിക്കുന്നില്ലേ, ബുദ്ധി ഉണ്ടായിട്ട് ചിന്തിക്കാത്ത കന്നുകാലികളെ പോലെ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ലോജിക്കാണത്. ബുദ്ധി കന്നുകാലികൾക്ക് ബുദ്ധിയില്ല, ചിന്തിക്കാനുള്ള ശേഷിയില്ല. അത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല. മനുഷ്യന് ബുദ്ധി തന്നിട്ടുണ്ട്, അത് ചിന്തിച്ച് നോക്കിയിട്ട് നിനക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ, നീ കന്നുകാലികളെ മോശമാണ് എന്ന് ചോദിക്കുന്ന വചനങ്ങളെയാണ് മോശമായ വാക്കുകൾ യൂസ് എന്ന് പറയുന്നത്. പിന്നെ ധനീം എന്നുള്ളതിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ധനീം അല്ല, അത് ആ കൊല്ലത്തിൽ ചേരാത്ത ആള് എന്ന് പറയുന്ന ആളാണ്. അത് അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. ആ രണ്ടിനും ഇതാണ് ഉത്തരം. അല്ല, അതൊക്കെ നമ്മള് അഗൈൻ
കുറെ തവണ വിശദീകരിച്ചേക്കുന്നതാണ്. പക്ഷെ ഈ ഒരു കോണ്ടെക്സ്റ്റ് ഒന്ന് പറയേണ്ടതാണ്. ഇനി പറഞ്ഞ നിനക്കെതിരെ നിന്റെ നീ കാരണം കൊണ്ട് യുദ്ധം ചെയ്യാത്തവരല്ലെന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്തവരുമായിട്ട് നീ മാന്യമായിട്ട് പെരുമാറുന്നതിൽ അള്ളാഹുവിന് യാതൊരു എതിർപ്പില്ല എന്ന് പറയുന്ന ആയത്തുകളൊക്കെ നമ്മൾ സ്ഥിരം പറയാനുള്ളതാണ്. ഇവരെ സ്ഥിരം കൂടെ ആ ജൂതന്മാരുടെ നസ്രാണികൾക്കെതിരൊക്കെ ഇവർക്ക് ഭയങ്കര വെറുപ്പാണ്. ഇതേമാതിരി ഇസ്രായേലില് പലസ്തീനിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ കെട്ടിപ്പിടിച്ച് ചെയ്യും പറ്റില്ല. അങ്ങനെ നടപടിയാണ്, കേസിട്ടല്ലോ. അപ്പൊ അവരായിട്ട് കൂടാൻ പാടില്ല. ബാക്കി എത്രയോ ജൂതന്മാരുണ്ട് ഇപ്പൊ ഈ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഈ ചൂസ് ഫോർ പലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനകൾ തന്നെയുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജൂതായിസം അല്ല, ഇത് സയോണിസമാണ്, ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ യാതൊരു പങ്കുമില്ല, ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ചിട്ട് ഇസ്രായേൽ എന്നുള്ളൊരു രാജ്യം തന്നെ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആൾക്കാർ അവരുടെ മുഖത്ത് നോക്കി തുപ്പണക്കാരാണ് ഇപ്പൊ ഇസ്രായേലിലുള്ള ആൾക്കാർ. അതിന്റെയൊക്കെ വീഡിയോ ഓൺലൈൻ ഉണ്ട്. ഈ ഇവരുടെ ഒരു ഓർത്തഡോക്സ് ജ്യൂസിന്റെ പറഞ്ഞ വലിയ തൊപ്പിയൊക്കെ വെച്ച് സൈഡിൽ ഇതാവത്തെ ചെയ്ത് വെച്ചിട്ട് അവര് ഈ ഓപ്പോസിറ്റ് ഇസ്രായേലിനൊക്കെ പറഞ്ഞിരിക്കുമ്പോ ഒരു അമേരിക്ക ഒരു യൂറോപ്പിനെ കണ്ടിട്ട് വന്ന ഒരു വെള്ളക്കാരി ഒരു പ്രായമുള്ള സ്ത്രീ പറയുന്നു, നിങ്ങളെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിറ്റ്ലർ ബാക്കി വെച്ചത് തന്നെയാണ് നിങ്ങൾ ഏറ്റവും മോശമായി പോയ കാര്യം അയാൾ ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ്. അത് ഇസ്രായേലിലിരുന്ന് ഒരു ഇസ്രായേലി ഒരു ജൂതന്റെ അടുത്ത് പറയണത് ഹിറ്റ്ലർ നിങ്ങളെ ബാക്കി വെച്ചതാണ് അയാൾ ചെയ്തേക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആൾക്കാരുടെ അടുത്ത് അവര് മുമ്പിലാണ് അങ്ങനെ പറയുന്നത്. പിന്നെ എന്തിനാ നമ്മളവരെ കൂട്ടുപിടിക്കാൻ പോണത്? നേരെ കുറച്ച് മാന്യമായിട്ട് നമ്മളായിട്ട് മനുഷ്യത്വമുള്ള ആൾക്കാരുടെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറുന്നതിൽ യാതൊരു തടസ്സവും പറഞ്ഞിട്ടില്ല. അത് പ്രവാചകന്റെ കാലത്ത് മുതൽ പ്രവർത്തിച്ച് കാണിച്ചു തന്നേക്കുന്ന കാര്യങ്ങളാണ്. ഹദീസിലുണ്ട്, ധാരാളം കേസിലുണ്ട്. അത് ജസ്റ്റ് ഒരു കുട്ടി പറഞ്ഞു. അജ്മല് പറഞ്ഞത് ഞാൻ ഇല്ലായിരുന്നു. ഇതില് ഒന്നാമത്തെ കേസ് നമ്മുടെ ഈ വെല്ലുവിളിയുമായിട്ട് ഖുർആന്റെ വെല്ലുവിളിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ആക്ച്വലി ഒരു 2020 കാലഘട്ടത്തിലൊക്കെയാണ് ഖുർആനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് തുടങ്ങുന്ന, ഈ വിമർശനങ്ങൾ എന്തൊക്കെ പഠിക്കാൻ തുടങ്ങുന്നത്. ആ സമയത്ത് EA ജബ്ബാർ പറഞ്ഞ അതേ വിമർശനമാണ്. അതായത് ഖുർആന്റെ വെല്ലുവിളി മനുഷ്യരോടാണ്, അതെങ്ങനെ ശരിയാവുമെന്ന് അന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ആ ഒരു ഡയലോഗിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇവരുടെയൊക്കെ ഒരു നിലവാരം. യഥാർത്ഥത്തില് മനുഷ്യരാണ് പറയുന്നത് ഇത് മനുഷ്യർ ഉണ്ടാക്കിയതാണ്, അപ്പം അത് പിന്നെ മനുഷ്യരോടല്ലാതെ പിന്നെ വേറെ ആരോടെങ്കിലും ആണോ വെല്ലുവിളിക്കേണ്ടത് എന്നുള്ള കോമൺ സെൻസ് പോലും ഇല്ലാത്ത അത്രയ്ക്കും വിഡ്ഢികളാണ് ഇവരെന്നുള്ളതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. പിന്നെ ഖുർആന്റെ വെല്ലുവിളി ഇപ്പം ലിയാഖത്ത് ബാലരമയോട് ഒക്കെ ഉപമിക്കുന്നുണ്ട്. അപ്പം ബാലരമയെ പോലെ വേറൊരു ബാലരമയെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് ക്രൈറ്റീരിയാസ് വെക്കാം. ഇതിനെ പോലെ ഒരെണ്ണം കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിപ്പോ നോവലുകൾ, ചില നോവലുകൾ വരുമ്പോ ഇത് വളരെ നല്ല നോവലാണ് അല്ലെങ്കിൽ മറ്റേതിനേക്കാൾ ബെറ്റർ ആണെന്നുള്ള എല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പല എഡിഷൻസ് ഉണ്ടാവും. അപ്പൊ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ മനുഷ്യൻ എഴുതിയ എല്ലാ ഇതിനും അതിൻ്റെതായ പരിമിതികൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്റെ അദ്ദേഹം കിതാബ് എഴുതിയിട്ട് പറയുന്നുണ്ട്, ഈ കിതാബിൽ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും, കാരണം പ്രശ്നമില്ലാത്ത ഒരേ ഒരു കിതാബ് അള്ളാന്റെ കിതാബ് മാത്രമാണ് എന്ന്. അതായത് അത്രത്തോളം, അതായത് നമുക്ക് എല്ലാവർക്കും ബോധ്യമാണ് നമ്മൾ എഴുതുന്ന എല്ലാ ബുക്കും അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന എല്ലാ കാര്യവും, നമ്മൾ പറയുന്ന എല്ലാ കാര്യത്തിനും എന്തായാലും തെറ്റുകൾ ഉണ്ടാവും എന്നുള്ള ഒരു ബോധ്യം മനുഷ്യൻ എന്ത് ചെയ്യുമ്പോഴും ഉണ്ട്. അപ്പൊ അതിന് അപ്പുറത്തേക്ക് ഒരു വെല്ലുവിളി ഉയർത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. അപ്പൊ അതാണ് ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്നും. അപ്പം ഇനി ഖുർആന്റെ കുറേ പ്രത്യേകതകളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്ന് ഇപ്പൊ ലിസ്റ്റിലുള്ള ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആൻ എവിടെ നിന്നാണ് വന്നത്. ഇപ്പൊ നമ്മൾ അള്ളാഹു തന്നതാണെന്നുള്ളത് നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പോലും ഖുർആൻ വന്നത് പ്രവാചകനാണ്. പ്രവാചകന് 23 വർഷം കൊണ്ടാണ് ഖുർആൻ ഇറങ്ങുന്നത്. ഈ 23 വർഷം കൊണ്ട് ഖുർആൻ ഇറങ്ങുക മാത്രമല്ല ചെയ്യുന്നത്, ഈ 23 വർഷത്തില് പല സന്ദർഭങ്ങളിൽ ഇറങ്ങുമ്പോൾ അത് ആ സന്ദർഭങ്ങൾക്ക് അനുസരിച്ചാണ് ഖുർആൻ വരുന്നത്. അതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഓരോ സൂറത്തോ അല്ലെങ്കിൽ അത് വേറെ വേറെ ഭാഗത്തല്ല വരുന്നത്, മറിച്ച് ഖുർആന്റെ ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് എന്നുള്ളത് ആ ഒരു സന്ദർഭം നമുക്ക് വായിക്കുമ്പോഴാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ഈ ആയത്തിറങ്ങിയ എന്നുള്ളത്. അപ്പം അത് മിക്സ് ആയിട്ടാണ് കിടക്കുന്നത്. അതായത് ഹന്തക്കിൽ ഇറങ്ങിയ ആയത്തുകൾ ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. അത് പണ്ട് ഒരു ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരു വ്യക്തി ഖുർആനെ കുറിച്ച് ഒരു വിമർശനമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഇങ്ങനെ സ്ട്രക്ചറിൽ പറയുന്നുണ്ട്. അതായത് ഖുർആൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നോവൽ എടുത്തിട്ട് അത് ഒരുപാട് കീറിയിട്ട് അത് എന്നിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ ഒട്ടിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഖുർആൻ എന്നുള്ളതാണ്. അപ്പം യഥാർത്ഥത്തിൽ അത് തന്നെ ഒരു മനുഷ്യനിർമ്മിതം അല്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. കാരണം ഖുർആന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആൻ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെയാണ് ഖുർആൻ കൃത്യമായി നോക്കുന്നത്. ഇപ്പം ഖുർആന്റെ ഈ ഒറിജിനെ കുറിച്ച് പറയുമ്പോൾ 21 വർഷം കൊണ്ട് പല ഭാഗത്ത് ഇറങ്ങിയ ആയത്തുകൾ
അത് സ്ട്രക്ചർ ചെയ്തിട്ടാണ് ഖുർആൻ എന്ന് പറയുന്ന ഒരു ഇത് വന്നത്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഖുർആൻ ഇറങ്ങിയത്, ഖുർആന്റെ റെസിറ്റേഷൻ. നമുക്ക് ഖുർആൻ കേട്ടാൽ പെട്ടെന്ന് ഖുർആനാണ് കേൾക്കുന്നതെന്ന് മനസ്സിലാവും. ഇപ്പൊ നമ്മളൊരു കവിത കേട്ടാലോ അല്ലെങ്കിൽ മറ്റത് കേൾക്കുന്ന പോലെ അല്ല. ഖുർആൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു പാരായണ ശൈലിയാണ് ഖുർആനുള്ളത്. അതിന് തന്നെ പ്രത്യേക നിയമങ്ങൾ, തജ്വീദും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്ങനെ നിർത്തണം, എങ്ങനെ നീട്ടണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഖുർആന് മാത്രമായിട്ട് പ്രത്യേകമായിട്ട് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഖുർആന്റെ ശൈലി, ഇപ്പൊ നമ്മളൊരു കവിത കേൾക്കുന്ന ഒരു കവിതയുടെ ശൈലിയോ മറ്റൊന്നുമല്ല. ഖുർആൻ ഒരു പ്രത്യേക ശൈലിയുണ്ട്. ആ ഓത്തിന് തന്നെ ഒരു പ്രത്യേക ശൈലി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഖുർആൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, അത് ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഖുർആന്റെ ഒരു വാക്കിന് പല അർത്ഥങ്ങളുണ്ടാവും. അതുപോലെ തന്നെ അറബി ഭാഷയുടെ പ്രത്യേകതയാണ് ഒരു വാക്കിന് പല അർത്ഥങ്ങളും, പല വാക്കുകൾ അതായത് ഒരു വാക്കിനെ ഒരു അർത്ഥമുള്ള കാര്യത്തിൽ പല വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാനും പറ്റുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെ അതായത് അതെല്ലാം കൃത്യമായിട്ട് യോജിപ്പിച്ചു കൊണ്ടാണ് ഖുർആന്റെ അവതരണം എന്നുള്ളത്. അതായത് അതുപോലെ തന്നെ ഖുർആൻ 7 ഹർഫായിട്ടാണുള്ളത്. ഈ 7 ഹർഫും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ 7 ഹർഫുകളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അവിടെയും കൃത്യമായിട്ടൊരു യോജിപ്പ് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഖുർആന്റെ ലാംഗ്വേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ ഇനി അടുത്ത ഞാൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കാം. ഖുർആന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ, അതായത് കീറിയിട്ട് ഒരുമിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഖുർആൻ നമുക്ക് പറയാം. അതായത് ഖുർആന്റെ സ്ട്രക്ചർ നമ്മൾ നോർമൽ ഹ്യൂമൻ ബീയിങ്സിനെ നമ്മൾ എഴുതുന്ന ഒരു സ്ട്രക്ചർ അല്ല. ഇപ്പൊ ഖുർആന് പല അധ്യായങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ സുഹൃത്ത് യൂസുഫിലെ അതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആദ്യം തൊട്ട് അവസാനം വരെ, അല്ലെങ്കിൽ ഏകദേശം അവസാനം വരെയും യൂസുഫ് നബിയുടെ ചരിത്രമാണ് പറയുന്നത്. പക്ഷെ അതിന് തൊട്ട് മുമ്പുള്ള 2 സൂറത്തിന് മുമ്പുള്ള ഒരു സൂറത്തിന്റെ പേര് സൂറത്ത് യൂനിസ് എന്നാണ്. ആ യൂനിസിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് യൂനിസ് നബിയുടെ പേര് 1-2 സ്ഥലത്ത് മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. പക്ഷേ മറ്റു നബിമാരുടെ പേരെല്ലാം പരാമർശിക്കുന്നുണ്ട്. അപ്പം നോർമലി നമ്മൾ ഒരാളുടെ പേരിൽ ഒരു അധ്യായം എഴുതുമ്പോൾ അദ്ദേഹത്തെ ആയിരിക്കുമല്ലോ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല. അതായത് ഖുർആൻ ഒരു വേറെ ശൈലിയിലാണ് ഖുർആൻ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പ്രവാചകനാണ് മൂസാ നബി. പക്ഷെ മൂസാ നബിയുടെ പേരിൽ ഒരു സൂറത്തില്ല. അങ്ങനെ പക്ഷെ മൂസാ നബിയുടെ പരാമർശിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് ഒരു ഏകദേശം കുറെ പറയുന്ന 2 സൂറത്തുണ്ട്, ത്വാഹയും സൂറത്ത് ഖസസും ഉണ്ട്. അപ്പൊ പക്ഷെ അവിടെയും മൂസാ നബിയുടെ പേര് അവിടെ ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം സൂറത്ത് ഖസസ് എന്ന് പറയുന്ന ആ പേരും, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കഥകൾ പറയുന്ന സൂറത്ത് ഖസഫാണ്. അതേപോലെ തന്നെ ഏറ്റവും നല്ല കഥയായിട്ട് പറഞ്ഞത് സൂറത്ത് യൂസുഫാണ്. പക്ഷെ ഖസസ് എന്നുള്ള പേര് വേറെ സൂറത്തിനാണ് കൊടുത്തത്. അപ്പം അതായത് ഖുർആന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി തിങ്ക് ചെയ്യുന്നത്, അതായത് നമ്മൾ ബേസിക് ഹ്യൂമൻ ബീങ്സ് നമ്മൾ തിങ്ക് ചെയ്യുന്ന ഒരു ശൈലിയേ അല്ല, മറിച്ച് ഖുർആൻ വേറൊരു ശൈലിയിലാണ് അതിന്റെ സ്ട്രക്ചർ ചെയ്തേക്കുന്നതാണ്. അപ്പം ഇതിനെക്കുറിച്ച് പഠിച്ച പല ആൾക്കാരും നമുക്ക് കാണാൻ പറ്റും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇത് വേണമെങ്കിൽ നമുക്ക് അതിനൊരു സെക്ഷൻ തന്നെ നമുക്ക് ഒരു വീഡിയോ തന്നെ ചെയ്യാം. അതിൽ ഖുർആന്റെ പല സ്ട്രക്ചർ, അതായത് മിറർ സ്ട്രക്ചർ, അതുപോലെ തന്നെ റിംഗ് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ് ഖുർആന്റെ സ്ട്രക്ചർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അത് പഠിച്ച് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെ ഉണ്ട്. ഖുർആന്റെ സ്ട്രക്ചർ മാത്രം നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനിർമ്മിതമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അത്രത്തോളം ആണ് ഖുർആന്റെ സ്ട്രക്ചർ. ഇപ്പം അതിന് എക്സാമ്പിൾസ് വെച്ച് നമുക്ക് പറയാൻ പറ്റും. ആയത്തെ കുറിച്ച് വെച്ചിട്ട് തന്നെ അതിന്റെ മിറർ സ്ട്രക്ചറൊക്കെ നമുക്ക് റിംഗ് സ്ട്രക്ചറൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഖുർആന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പ്രിസർവേഷൻ, ഇപ്പം ഖുർആന്റെ പ്രിസർവേഷൻ ആർക്കും, ലോകത്തുള്ള ഒരു മനുഷ്യനും നിരാകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഖുർആൻ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അത് ഓറലിയും പ്രിസർവ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എഴുത്തിലൂടെയും പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും കാർബണേറ്റ് ചെയ്തിട്ടുള്ള ഖുർആൻ അത് അന്ന് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇന്നും കിട്ടുന്ന, ഇന്നുള്ള ഖുർആനും അന്ന് ഉള്ള പഴയ കാർബണേറ്റഡ് ആയിട്ടുള്ള ഖുർആനും നമുക്ക് താരതമ്യം നോക്കി കഴിഞ്ഞാൽ ഒരു വ്യത്യാസമില്ലാത്ത രീതിയിൽ പ്രിസർവേഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഖുർആൻ എന്തിനാണ്, അതായത് ഖുർആൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഖുർആന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ഖുർആൻ നമുക്ക് കേൾക്കുന്ന സമയത്ത് മനുഷ്യ മനസ്സുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒരു അതായത് ഇപ്പൊ ഖുർആൻ അർത്ഥം പോലും അറിയാത്ത, അതായത് അറബി പോലും അറിയാത്ത ഒരാൾക്ക് പോലും ഖുർആൻ കേൾക്കുമ്പോൾ ഒരു എന്താണ്, ഒരു മനസ്സിന് ഒരു കുളിർമ, അല്ലെങ്കിൽ മനസ്സിന് എന്താണ് ഒരു മനസ്സിലേക്ക് തട്ടുന്ന രീതിയിലാണ് ഖുർആന്റെ ഒരു ഇതുള്ളത്. അപ്പൊ ആ ഗൈഡൻസ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അതിന്റെ അർത്ഥതലത്തിലായാലും അല്ലെങ്കിൽ അതിന്റെ പാരായണ ശൈലി കേൾക്കുമ്പോൾ ആയാലും നമുക്ക് കിട്ടുന്നത്. അത് നമ്മളെ ഈവൻ അർത്ഥം പോലും അറിയാതെ നമുക്കൊരു നന്മയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. അതിപ്പോ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉമർ റളിയല്ലാഹുവിന്റെ കഥയും ചരിത്രവും അങ്ങനെ പല ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ അതിനുശേഷം പിൽക്കാലത്ത് സ്വഹാബിമാരുടെ ചരിത്രം, താബിഈങ്ങളുടെ ചരിത്രം, പിൽക്കാലത്ത് ഇന്നുള്ള ചരിത്രങ്ങൾ വരെ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. ഈ ഖുർആന്റെ കേട്ട് അല്ലെങ്കിൽ അതിന്റെ ഗൈഡൻസ് വെച്ച് കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ. അതുപോലെ തന്നെ ഖുർആന്റെ പ്രഡിക്ഷൻസ് ആണ്, അതായത് ഖുർആൻ പല കാര്യങ്ങളും പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് എന്താണ്
യുദ്ധം, അതായത് റോം ജയിക്കുമെന്നുള്ള ആ ഒരു പ്രഡിക്ഷൻ, അതുപോലെ തന്നെ പ്രവാചകന്റെ ഇളയാപ്പായിട്ടുള്ള ആ, അബു അബുലഹബ്, അതുപോലെ തന്നെ മറ്റു പല ആൾക്കാരും ഇസ്ലാമിലേക്ക് കടന്നു വരില്ല എന്നുള്ള രീതിയിൽ ഖുർആൻ പ്രഡിക്ട് ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ പല പ്രഡിക്ഷൻസ്, ഇഷ്ടംപോലെ പ്രഡിക്ഷൻസ് ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അങ്ങനെ പല പ്രഡിക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഖുർആൻ നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, തെറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രഡിക്ഷൻസ് ഖുർആൻ നടത്തുന്നുണ്ട്, അതൊന്നും തെറ്റുന്നില്ല. അതും ഒരു ഖുർആന്റെ യുണീക്നെസ് ആണ്. ഇത്രയും പ്രഡിക്ഷൻ, തെറ്റാത്ത രീതിയിൽ പ്രഡിക്ഷൻ നടത്തുന്ന വേറെ ഒരു ഗ്രന്ഥവും നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഖുർആൻ വെല്ലുവിളി, ഇപ്പം നമ്മുടെ ഇതിന് ഇദ്ദേഹം ലിയാഖത്ത് പറയുന്ന ആ ഒരു ഖുർആന്റെ ാണ് ഇപ്പം ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാല് സൂറത്ത് ബക്കറയിലെയും രണ്ടാമത്തെ സൂറത്ത് യൂനിസിലെയും അതില് വെല്ലുവിളി പറയുന്നുണ്ട്. അതായത് ഖുർആനെ പോലെ നിങ്ങൾക്ക് ഈ ഖുർആനെ പോലെ നിങ്ങൾക്ക് വേറെ ഖുർആൻ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഖുർആന്റെ ഒരു വെല്ലുവിളി. ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്. ഖുർആൻ ആദ്യം വെല്ലുവിളിക്കുന്ന ഒരു കിതാബ്, ഒരു ഖുർആനെ പോലെ ഒരു ഗ്രന്ഥമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യം വെല്ലുവിളിക്കുക. പിന്നെ 10 സൂറത്ത് പറ്റുമോ എന്നുള്ളതായി, പിന്നെ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ഖുർആൻ വെല്ലുവിളിക്കുന്നത്. അപ്പൊ അങ്ങനെ വെല്ലുവിളിക്കുന്ന ലോകത്തെ ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. ഇതുപോലൊരു ഗ്രന്ഥം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് വെല്ലുവിളിക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അപ്പൊ അത് ഖുർആന്റെ ഒരു യുണീക്നെസ് ആണ്. ഇനിയും പറയാം, ഇപ്പൊ ഖുർആന്റെ ശൈലി, ഇൽത്തിഫാത്ത് എന്ന് പറയും. അതായത് നമ്മുടെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, അതായത് നമ്മൾ ഇംഗ്ലീഷ് എനലേജ് എന്ന് പറയുന്നത്, അതായത് അത് ഏറ്റവും, അതായത് നമ്മുടെ എന്താണ്, ഒരു ആള് ഒരു ബുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയം എന്തെങ്കിലും എഴുതുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പാടുള്ള ഒരു കാര്യമാണ് ഈ ഇൽത്തിഫാത്ത് അല്ലെങ്കിൽ എനലേജ് കൊണ്ടുവരാന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും പാടാണ്. കാരണം അത് ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല, അയാൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഖുർആൻ ഉടനീളം ഉപയോഗിക്കുന്നത് ഈ ഇൽത്തിഫാത്താണ്. അത് മറ്റുള്ളവർക്ക് കൺവിൻസ് ആകുക മാത്രമല്ല, അത് കൂടുതലായിട്ട് നമുക്ക് നമ്മളിലേക്ക്, നമ്മളാണ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും. ആ ആയത്തുകൾ നമ്മളിലേക്ക് സംസാരിക്കുന്നതായിട്ടും അതല്ല നമ്മൾ ചിന്തിക്കുന്നതായിട്ടും അങ്ങനെ പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു രീതിയിലേക്ക് ഖുർആൻ കൊണ്ടുവരുന്നത് അതും ഒരു വളരെ വലിയൊരു അത്ഭുതമാണ്. അപ്പം ഖുർആന്റെ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ കാര്യമില്ല, മറിച്ച് അതിന് ഓരോ കാര്യത്തിലും ഖുർആന്റെ പ്രത്യേകത നമ്മൾ എണ്ണി കഴിഞ്ഞാൽ തീരില്ല, അത്രയും പ്രത്യേകതകളുണ്ട്. അപ്പൊ അതില് എല്ലാ പ്രത്യേകതകൾക്കും അനുസരിച്ച്, അതായത് അതിനെ പോലെ ഒരു സുഹൃത്തുക്കളെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നതാണ്, അന്ന് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്നതാണ് എന്നുള്ളതാണ്. ഇനി ഖുർആനെ പോലെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള വെല്ലുവിളി സ്വീകരിച്ച ആൾക്കാരുണ്ട്. അന്ന് പ്രവാചകന്റെ കാലത്ത് തന്നെ ഉണ്ട്. പ്രവാചകന്റെ കാലത്ത് സൂറത്ത് ഫീലും ആശയവും അതുപോലെ തന്നെ അൽഫീൽ മൽഫീൽ എന്ന് പറഞ്ഞ് മൽക്കാരിയ എന്ന് പറയുന്ന ഖുർആന്റെ അതേപോലെ ഒരു ശൈലിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ എന്താ, ബേസിക് അറബി ലാംഗ്വേജ് അറിയുന്ന ആൾക്കാർക്കറിയാം അതിന്റെ പ്രശ്നം എന്താണെന്ന്. അതേപോലെ തന്നെ ഒരു ബുക്ക് തന്നെ എഴുതി, ഇത് ഫുർഖാൻ എന്ന് പറഞ്ഞു, അതായത് ഫുർഖാൻ, അൽ ഫുർഖാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് ഒരു എന്താണ്, ഒരാള് ഒരു ക്രിസ്ത്യാനി എന്ത് ചെയ്തു, ബൈബിളിന്റെ ഖുർആൻ വെർഷൻ പോലെ എഴുതിയിട്ട് ഖുർആന്റെ വെല്ലുവിളി സ്വീകരിച്ചു എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ആദ്യത്തെ വചനത്തിൽ തന്നെ എന്ത് ചെയ്തു, ക്രിസ്ത്യാനിറ്റിയുടെ ബേസിനെ തകർക്കുന്ന രീതിയിലുള്ള വാചകമാണ് ആദ്യത്തെ ലൈനിൽ എഴുതിയത്. അതായത് ഇതെല്ലാം ചെയ്യുന്നത് ഖുർആന്റെ പാരഡി എഴുതുക എന്നുള്ള രീതിയിലാണ്. അതിൽ തന്നെ ആദ്യത്തെ വരിയിൽ തന്നെ എന്താണ്, ബൈബിളിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ബേസിക് ബിലീഫ് തന്നെ തകരുന്ന രീതിയിലാണ് അവർ കൊണ്ടുവന്നത്. ആ ഒരു ഗ്രന്ഥം നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ലാസ്റ്റ് ഇപ്പൊ ഷമീർക്ക് തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്മുടെ സൂറത്ത് കൊറോണ, അതിന്റെ അവസ്ഥ എന്താണ്, ബേസിക് അതൊന്ന് വായിച്ച് അതിന്റെ ഇംഗ്ലീഷ് അർത്ഥം ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന്. അപ്പൊ ഇങ്ങനെ പല കാലഘട്ടത്തിലും ഖുർആന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് ട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഖുർആന്റെ ഇത്രയും പ്രത്യേകതകൾ എന്താണ്, നമുക്ക് പഠിച്ചു കഴിഞ്ഞാലും തീരാത്ത അത്രയും പ്രത്യേകത, നമുക്ക് ഇപ്പൊ ഞാൻ പറയാതെ വിട്ടുപോയ കുറെ പ്രത്യേകതകളുണ്ട്. അപ്പം നമ്പറിന്റെ പല അത്ഭുതങ്ങളുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്പർ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ ഖുർആൻ നോർമൽ മനുഷ്യർ ഉപയോഗിക്കുന്ന രീതിയിലല്ല ഖുർആൻ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഖുർആന്റെ വെല്ലുവിളി ഇന്ന് നിലനിൽക്കുന്നതാണ്. അത് ഒരിക്കലും തകർക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് പഠിച്ച് കുറച്ച് ചിന്തിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളത്. അതായത് എന്താണ്, ഒരു അറിവില്ലാത്ത വിഡ്ഢികൾക്ക് അത് ചിലപ്പോൾ മനസ്സിലാവില്ല. അവർക്ക് ഈ ബേസിക് നോളജ് വരും, അതായത് മനുഷ്യന്മാരോട് എന്തിനു വെല്ലുവിളിച്ചെന്നുള്ള ബേസിക് നോളജ് പോലും അറിയാത്ത ആ ഒരു വിഡ്ഢികൾക്കൊന്നും ചിലപ്പോൾ മഹത്വം മനസ്സിലാവില്ല. അപ്പം ചിന്തിക്കുക, ഖുർആൻ തന്നെ പറയുന്നത് പോലെ നിങ്ങൾ ചിന്തിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മനസ്സിലാകത്തുള്ളൂ. ചിന്തിക്കുന്നവർക്ക് മാത്രമേ ദൃഷ്ടാന്തമുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.